തൈറോയ്ഡ് ഹോർമോണും ശരീരഭാരവും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ബേസൽ മെറ്റബോളിക് റേറ്റ് നിർണ്ണയിക്കുന്ന പ്രധാന ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ. അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്ന അവസരങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുകയും അതോടൊപ്പം വെയിറ്റ് കുറയുകയും ചെയ്യും. നേരെ മറിച്ച് ഹൈപ്പോ തൈറോയിഡിസിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയുകയും വെയിറ്റ് കൂടുകയും ചെയ്യും. അതായത് അമിതഭാരം ഹൈപ്പോ തൈറോയിഡിസവുമായിട്ട് അസോസിയേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ക്ലിനിക്കലി പരിശോധിച്ചാൽ അറിയാം, ഹൈപ്പോ തൈറോയിഡിസം സാധാരണ ഒരു 4 മുതൽ 5 കിലോഗ്രാം വെയിറ്റ് വരെയോ പരമാവധി കൂട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ വെയിറ്റ് ഗെയിനിന് കാരണം? ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഒരിക്കലും നമ്മളെ ബോഡി ഫാറ്റ് കൂടിയത് കൊണ്ടല്ല വെയിറ്റ് ഗെയിൻ ആവുന്നത്. ശരീരത്തിൽ ജലാംശം അല്ലെങ്കിൽ ലവണങ്ങൾ കൂടുതൽ റീറ്റെയിൻ അല്ലെങ്കിൽ കൂടുതൽ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് ഹൈപ്പോ തൈറോയിഡിസിൽ വെയിറ്റ് കൂടാനുള്ള കാരണം. അപ്പോൾ ഹൈപ്പോ തൈറോയിഡ് രോഗികളിൽ തൈറോക്സിൻ റീപ്ലേസ് ചെയ്തതിന് ശേഷം TSH നോർമലായാൽ, അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ നോർമലായി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നീടും വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് അധികമായിട്ടുണ്ടെങ്കിൽ അവർക്ക് സാധാരണ രോഗികളൊക്കെ മനുഷ്യരെ പോലെ ഭക്ഷണം കൺട്രോൾ ചെയ്തുകൊണ്ടും എക്സസൈസ് ചെയ്തുകൊണ്ടും ഭാരം ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇത് തന്നെയാണ് ഹൈപ്പർ തൈറോയിഡിസിൻ്റെ അവസ്ഥ. ഹൈപ്പർ തൈറോയിഡിസിൽ വെയിറ്റ് വളരെ കുറഞ്ഞാണ് കാണുക. അപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കൂടിയ അവസ്ഥയിൽ അത്തരം അവസ്ഥയിൽ കൃത്യമായി ചികിത്സയെടുത്ത് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ആക്സിസ് നോർമലാക്കുന്നത് വഴി വെയിറ്റ് പൂർണ്ണമായി കുറഞ്ഞു വരുന്നത് പഴയ പൂർവ്വ രൂപത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. താങ്ക് യു. Stay healthy. Follow for more.